നമസ്കാരം. ക്ഷേത്രങ്ങളിലൂടെ ഒരു യാത്ര എന്ന പരമ്പരയുടെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ക്ഷേത്രം, ഒരു കഥ, ഒരു വിശ്വാസം. ഇതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. നിങ്ങൾ പഴനി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ക്ഷേത്രമല്ലേ പഴനിയെന്ന്. അതെ, ഓരോ വർഷവും ലക്ഷക്കണക്കിന് മലയാളികളാണ് ആ 690 പടികൾ കയറി പഴനി ആണ്ടവനെ കാണാൻ പോകുന്നത്. എന്നാൽ ആ ഗർഭഗൃഹത്തിനുള്ളിൽ ഇരിക്കുന്ന മുരുകന്റെ വിഗ്രഹം സാധാരണ കരിങ്കല്ലിലോ സ്വർണത്തിലോ തീർത്ത ഒന്നല്ല എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ഒരുപക്ഷെ LMRK മെമ്പേഴ്സിന് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കും. എന്നാലും അരുൾമിகு ശ്രീ ദണ്ഡായുധപാണി സ്വാമി തിരുക്കോവിൽ നമ്മുടെ പഴനി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും മാരകമായ 9 കൊടിയ വിഷങ്ങൾ സംയോജിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു അത്ഭുത പ്രതിഷ്ഠയാണ് അവിടെയുള്ളതെന്ന് പറയാതെ പോകുവാൻ പറ്റില്ലല്ലോ. അതെ, ഭക്തിക്കപ്പുറം ശാസ്ത്രം ഒളിപ്പിച്ചു വെച്ച പഴനിമലയുടെ കാണാപ്പുറങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മുടെ പുരാണങ്ങളിൽ പഴനിയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. പഴനിയുടെ യഥാർത്ഥ ഐതിഹ്യം തുടങ്ങുന്നത് സാക്ഷാൽ കൈലാസത്തിൽ നിന്നുമാണ്. ഒരിക്കൽ നാരദമുനി അതിവിശിഷ്ടമായ ഒരു ജ്ഞാനപ്പഴം ശിവപാർവതിമാർക്ക് സമ്മാനിച്ചു. തൻ്റെ മക്കളായ ബാലഗണപതിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും ഇത് പകുത്തു നൽകാൻ ശിവഭഗവാൻ തീരുമാനിച്ചെങ്കിലും മുറിച്ചാൽ അതിൻ്റെ ശക്തി നഷ്ടപ്പെടുമെന്ന് നാരദ മഹർഷി പറഞ്ഞു. തുടർന്ന് ലോകം ആദ്യം വലം വെച്ച് വരുന്നയാൾക്ക് ഈ പഴം നൽകാമെന്നായി മഹാദേവൻ. സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ വാഹനമായ മയിലിലേറി ലോകം ചുറ്റാൻ പോയപ്പോൾ ബുദ്ധിമാനായ ബാലഗണപതി തൻ്റെ ലോകം മാതാപിതാക്കളാണെന്ന് പറഞ്ഞ് ശിവഭഗവാനെയും പാർവതീദേവിയെയും വലം വെച്ച് ആ ജ്ഞാനപ്പഴം സ്വന്തമാക്കി. ലോകം ചുറ്റിവന്ന സുബ്രഹ്മണ്യ സ്വാമി ഇത് കണ്ട് കോപിച്ച് തൻ്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസിയെ പോലെ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു. ഈ സമയം മഹാദേവൻ, പഴം നീ തന്നെയാണ് ജ്ഞാനപ്പഴം എന്ന് സുബ്രഹ്മണ്യ സ്വാമിയെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ കോപിച്ചു വന്ന ഭഗവാൻ ആദ്യം വന്നിരുന്നത് പഴനിമലയുടെ താഴെയാണ്. ഈ സ്ഥലമാണ് തിരുആവിനൻകുടി. ഇവിടെ ഭഗവാൻ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ, അതായത് ബാലമുരുകനായി കുടികൊള്ളുന്നു. ഭൂരിഭാഗം പഴനി സന്ദർശിക്കുന്ന മലയാളികൾക്ക് അറിയാത്തൊരു കാര്യം ഇതാണ്: തിരുവാവനംകുടി ക്ഷേത്ര ദർശനവും ഇടുമ്പൻ സ്വാമി ക്ഷേത്ര ദർശനവും. ഇടുമ്പൻ സ്വാമിയെ പറ്റി പറയുമ്പോൾ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം ശിവഗിരി, ശക്തിഗിരി എന്നീ 2 മലകളെ ഒരു കാവടിയിലാക്കി ചുമന്നുകൊണ്ടുവന്ന ഇടുംബൻ എന്ന അസുരനിൽ നിന്നാണ് ഇന്ന് കാണുന്ന കാവടിയാട്ടത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഈ 2 മലകളാണ് ഇന്നത്തെ പഴനിമലയും ഇടുംബൻ മലയും. കാവടി താഴെ വെച്ച് വിശ്രമിച്ച ഇടുംബൻ പിന്നീട് മല ഉയർത്താൻ നോക്കിയപ്പോൾ സാധിച്ചില്ല. ആ മലയിൽ ഒരു ബാലൻ നിൽക്കുന്നത് കണ്ട് ഇടുംബൻ യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ ഇടുംബൻ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ പിന്നീട് അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഇടുംബന് ജീവൻ തിരികെ നൽകി. അന്ന് ഭഗവാൻ ഇടുംബന് ഒരു വരവും നൽകി: എന്നെ കാണാൻ വരുന്നവർ ആദ്യം നിന്നെ ദർശിച്ച ശേഷം മാത്രമേ എൻ്റെ അടുത്തേക്ക് വരാവൂ. ഇതായിരുന്നു ഇടുംബന് ഭഗവാൻ നൽകിയ വരം. മുരുക ഭഗവാനെ കാണാൻ പോകുമ്പോൾ ആചാരപ്രകാരം പഴനിമലയ്ക്ക് എതിർവശത്തുള്ള ഇടുംബൻ മല കയറി ഇടുംബനെ തൊഴുത് അനുഗ്രഹം വാങ്ങിയ ശേഷം മാത്രമേ പഴനിമല കയറാൻ പോകാറുള്ളൂ. പുരാണങ്ങളും വിശ്വാസങ്ങളും അങ്ങനെയാണ് പഴനി ക്ഷേത്രത്തെ അടയാളപ്പെടുത്തുന്നത്. ഇനി പഴനിയുടെ ചരിത്രം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ചരിത്രം അഗസ്ത്യമുനിയുടെ ശിഷ്യനായ ഭോഗർ എന്ന മഹാസിദ്ധനിൽ നിന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹം വെറുമൊരു സന്യാസിയായിരുന്നില്ല, മറിച്ച് ഇന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ സയന്റിസ്റ്റ് കൂടിയായിരുന്നു. കലിയുഗത്തിൽ മനുഷ്യർക്ക് വരാൻ പോകുന്ന മാരകമായ രോഗങ്ങൾക്ക് ഒരു പ്രതിവിധി എന്ന നിലയിലാണ് അദ്ദേഹം വിഗ്രഹം നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിലെ വലിയ പ്രത്യേകത അവിടുത്തെ വിഗ്രഹം തന്നെയാണ്. നവപാഷാണം എന്നാണ് ആ സാങ്കേതിക വിദ്യയുടെ പേര്. വീരം, പൂരം, രസം, ജാതിലിംഗം, കൽമതം, തുരിശ്, ഗൗരീപാഷാണം, തൊട്ടിപ്പാഷാണം, മനോശില എന്നിങ്ങനെ മനുഷ്യനെ നിമിഷങ്ങൾക്കുള്ളിൽ കൊല്ലാൻ കഴിയുന്ന 9 കൊടിയ വിഷങ്ങൾ. ഇവ
ഒന്നിനൊന്ന് കൃത്യമായ അനുപാതത്തിൽ കൂട്ടിച്ചേർത്താൽ അത് അമൃതായി മാറുമെന്ന രഹസ്യം ബോഗർക്ക് അറിയാമായിരുന്നു. ഈ നവപാഷാണ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ജലത്തിനും പാലിനും പഞ്ചാമൃതത്തിനും വലിയ ഔഷധ ഗുണങ്ങളുണ്ട്. പാഷാണത്തിലെ ഔഷധ ഗുണങ്ങൾ അയേണുകളായി ഈ ദ്രാവകങ്ങളിലേക്ക് ലയിക്കുന്നു. ഇത് കഴിക്കുമ്പോൾ മാരകമായ രോഗങ്ങൾ പോലും സുഖപ്പെടുന്നു എന്നാണ് വിശ്വാസം. കൂടാതെ രാത്രിയിലെ രാക്കാല പൂജയ്ക്ക് ശേഷം ഭഗവാന്റെ നെഞ്ചിൽ ചാർത്തുന്ന ചന്ദനം പിറ്റേ ദിവസം രാവിലെ ഭക്തർക്ക് നൽകാറുണ്ട്. ഒരുപാട് സിദ്ധികളുള്ള, അത്ഭുത സിദ്ധികളുള്ള ഒന്നാണ് ആ ചന്ദന പ്രസാദം. പഴനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് മുടിമുറിക്കൽ അഥവാ മൊട്ടയടിക്കൽ. മനുഷ്യന്റെ ഏറ്റവും വലിയ അഹങ്കാരമാണ് അവന്റെ സൗന്ദര്യം. ആ അഹങ്കാരത്തെ ഭഗവാന്റെ കാൽക്കൽ ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് ഇവിടെ മുടി നേർച്ചയായി നൽകുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് പഴനിയിലെ ഗിരിവലം. പൗർണമി ദിവസങ്ങളിലോ മറ്റ് വിശേഷ ദിവസങ്ങളിലോ ഈ മലയ്ക്ക് താഴെ കൂടി ചുറ്റും നടക്കുന്നതിനെയാണ് ഗിരിവലം എന്ന് പറയുന്നത്. ഇതിന് വലിയൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. സിദ്ധന്മാർ തപസ് ചെയ്തിരുന്ന അപാരമായ ഔഷധ സസ്യങ്ങളുള്ള ഈ മലയ്ക്ക് ചുറ്റും വലിയൊരു കാന്തിക ഊർജമുണ്ട്. ചെരുപ്പില്ലാതെ ഈ മലയ്ക്ക് ചുറ്റും നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുകയും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ശരീരത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. പഴനിമല വെറുമൊരു തീർത്ഥാടന കേന്ദ്രമല്ല, അതൊരു വലിയ ഊർജ കേന്ദ്രമാണ്. 690 പടികൾ കരിങ്കല്ലിൽ തീർത്തതിന് പിന്നിലും വലിയൊരു അർത്ഥമുണ്ട്. ഭക്തിയുടെ ഉന്മാദത്തിൽ അരോഹര വിളികളിലൂടെ ഭക്തർ ഈ പരിക്കൻ കല്ലുകളിലൂടെ നടന്നു കയറുമ്പോൾ ശരീരത്തിലെ സകല വേദനകളെയും മറികടക്കാനുള്ള ഒരു ആത്മീയവും ശാരീരികവുമായ ഉണർവ് അവർക്ക് ലഭിക്കുന്നു. ആ 690 പടികൾ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ കാണുന്ന ആ ഗർഭഗൃഹം വെറുമൊരു കരിങ്കൽ നിർമ്മിതിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 സിദ്ധന്മാരിൽ പ്രധാനിയായ ബോഗർ എന്ന മഹാമാന്ത്രിക നിർമ്മിച്ച നവപാഷാണ വിഗ്രഹമാണ് അവിടെയുള്ളത്. വീരം, പൂരം, രസം തുടങ്ങി മനുഷ്യനെ നിമിഷങ്ങൾക്കുള്ളിൽ കൊല്ലാൻ കഴിയുന്ന 9 കൊടിയ വിഷങ്ങൾ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് നിർമ്മിച്ച അവിശ്വസനീയമായ ഒരു മെഡിക്കൽ സയൻസ്. ഈ വിഗ്രഹത്തിൽ ദിവസവും 6 പൂജകളാണ് നടക്കുന്നത്. ഓരോ സമയത്തും ഭഗവാന്റെ അലങ്കാരങ്ങൾ വ്യത്യസ്തമായിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ ബോഗർസിദ്ധർ തപസ് ചെയ്തിരുന്ന അറ ഇന്നും മുരുക ഭഗവാന്റെ ഗർഭഗൃഹത്തിന് താഴെയായി നിലകൊള്ളുന്നുണ്ട്. ഈ അറയിൽ നിന്നുള്ള ഒരു കാന്തിക ഊർജം ആ മലമുകളിൽ എത്തുന്ന ഓരോ ഭക്തനിലേക്കും പ്രവഹിക്കുന്നുമുണ്ട് എന്നാണ് ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത്. പഴനി യാത്ര പൂർണ്ണമാകണമെങ്കിൽ അവിടുത്തെ പ്രധാന പ്രസാദങ്ങളെക്കുറിച്ചും ദർശന സമയങ്ങളെക്കുറിച്ചും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. പഴനി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക അവിടുത്തെ പഞ്ചാമൃതമാണ്. വിരുപ്പാച്ചി വാഴപ്പഴം, ശർക്കര, പശുവിൻ നെയ്യ്, തേൻ, ഏലക്ക എന്നീ 5 ചേരുവകൾ കൃത്യമായ അനുപാതത്തിൽ ചേർത്തുണ്ടാക്കുന്ന ഈ പഞ്ചാമൃതത്തിന് ജലാംശം ഒട്ടുമില്ലാത്തതിനാൽ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കാൻ കഴിയും. ഇത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു വരുമ്പോൾ വലിയൊരു ഔഷധമായി മാറുന്നു. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു പ്രസാദമാണ് തിനമാവ്. തിനയും ശർക്കരയും ചേർത്തുള്ള ഈ പ്രസാദം വള്ളിദേവിയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഔഷധഗുണമുള്ള രാക്കാല ചന്ദനം, പിന്നെ ഭഗവാന്റെ അനുഗ്രഹമായ വിഭൂതിയും. ഇനി ദർശനത്തിന് പോകുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പഴനിയിലെ അഭിഷേക സമയങ്ങൾ. നവപാഷാണ വിഗ്രഹത്തിൽ വിഭൂതി, പാൽ, പഞ്ചാമൃതം, ചന്ദനം, പനിനീർ എന്നിവയാൽ ഭഗവാനെ അഭിഷേകം നടത്താറുണ്ട്. പ്രധാനമായും 6 കാലപൂജകളാണ് ഇവിടെയുള്ളത്. ഈ അഭിഷേകം നേരിട്ട് കാണുന്നത് വലിയ പുണ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. പുലർച്ചെ 6 മണിക്ക് വിശ്വരൂപ ദർശനവും അതിരാവിലെയുള്ള അഭിഷേകവും, രാവിലെ 8 മണിക്ക് വിഴപൂജ, ചെറുകാലസന്ധി, രാവിലെ 9 മണിക്ക് കാലസന്ധി പൂജ, ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചകാല പൂജ, വൈകുന്നേരം 5:30 സായാരക്ഷ പൂജ, രാത്രി 8 മണിക്ക് രാക്കാല പൂജ.
ഈ പൂജയ്ക്ക് ശേഷം വിഗ്രഹത്തിൽ ചാർത്തുന്ന ചന്ദനമാണ് പിറ്റേ ദിവസം പ്രസാദമായി നൽകുന്നത്. നിങ്ങൾ പഴനിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ അഭിഷേക സമയങ്ങൾ കൂടി ക്രമീകരിച്ച് പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ യാത്രയ്ക്ക് കൂടുതൽ ആത്മീയ അനുഭവം നൽകും. ഇനി പഴനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ചില വിവരങ്ങൾ. എങ്ങനെ എത്താം? കേരളത്തിൽ നിന്നും പോകുന്നവർക്ക് പാലക്കാട് പൊള്ളാച്ചി വഴിയോ അല്ലെങ്കിൽ തൃശൂർ വടക്കഞ്ചേരി ഗോവിന്ദാപുരം വഴിയോ വളരെ എളുപ്പത്തിൽ തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലുള്ള പഴനിയിൽ എത്തിച്ചേരാം. ട്രെയിൻ മാർഗം വരുന്നവർക്ക് പാലക്കാട് നിന്നും പഴനിയിലേക്ക് നേരിട്ട് ട്രെയിനുകളുണ്ട്. പഴനിയിലെ ദർശന സമയം പുലർച്ചെ 5:40 വിശ്വരൂപ ദർശനത്തോടെയാണ് നട തുറക്കുന്നത്. രാത്രി 8:45 രാക്കാല പൂജയ്ക്ക് ശേഷം 9 മണിയോടെ നടയടയ്ക്കും. റോപ്പ് വേ, വിഞ്ച് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. പ്രധാന ഉത്സവങ്ങൾ തമിഴ് മാസമായ തൈമാസത്തിൽ നടക്കുന്ന തൈപ്പൂയം, അതുപോലെ പങ്കുനി ഉത്തിരം എന്നിവയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവങ്ങൾ. ഈ സമയത്ത് ലക്ഷക്കണക്കിന് കാവടികളാണ് പഴനിയിലേക്ക് ഒഴുകിയെത്തുന്നത്. പഴനിയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. ജ്ഞാനപ്പഴത്തിനായി പിണങ്ങി വന്ന സുബ്രഹ്മണ്യ സ്വാമി മുതൽ ഇടുമ്പന്റെ ഭക്തിയും ഭോഗർസിദ്ധരുടെ ശാസ്ത്രവും വരെ ഇഴചേർന്ന് കിടക്കുന്ന അവിശ്വസനീയമായ ഒരിടമാണ് പഴനിമല. അടുത്ത തവണ നിങ്ങൾ പഴനിയിൽ പോകുമ്പോൾ താഴെയുള്ള തിരു ആവനൻകുടി ബാലമുരുകനെയും ശേഷം ഇടുമ്പൻ സ്വാമിയെയും തൊഴുത് അനുഗ്രഹം വാങ്ങി ആ 690 പടികൾ കയറാൻ ശ്രമിക്കുക. നിങ്ങളുടെ പഴനി യാത്ര അപ്പോഴാണ് പൂർണ്ണമാവുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ അത്ഭുതങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഒരു ക്ഷേത്രം, ഒരു കഥ, ഒരു വിശ്വാസം. നന്ദി, നമസ്കാരം.